സാറേ സാറേ പ്രിൻസിപ്പൽ മന്മഥൻ സാറിന്റെ വീടല്ലേ? അല്ല അല്ല, യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പൽ മന്മഥൻ സാർ. റിട്ടയർഡ് പ്രിൻസിപ്പൽ മന്മഥന്റെ വീട്. ആ അത് തന്നെ അത് തന്നെ. ആ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നായിരുന്നു. ട്യൂഷൻ എടുക്കുന്ന കാര്യമാണെങ്കിൽ ഞാനതൊക്കെ നിർത്തി. ഞാൻ ഈ പള്ളിക്കൂടവും പഠിപ്പീരും ഇതെല്ലാം ഞാൻ ഉപയോഗിച്ച് സ്വസ്ഥമായിട്ട് ഞാൻ വേണ്ട ഈ കുഞ്ഞുങ്ങളെ നോക്കി ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് വേറെന്തെങ്കിലും ആണെങ്കിൽ പറഞ്ഞോ. അല്ല സാറേ, ഞാൻ വേറൊരു കാര്യത്തിന് പറയാൻ വേണ്ടി വന്നത്. പോളിസി എടുപ്പിക്കാനോ ഡെപ്പോസിറ്റ് പരിപാടി അങ്ങനെ വല്ല ആണെങ്കിൽ എനിക്ക് താല്പര്യമല്ല. കൊച്ചു പൊക്കോ. അല്ല സാറേ, ഞാൻ പറയണമെന്ന് കേക്ക്. ഞാൻ കാരവാൻ യൂണിവേഴ്സിറ്റിയിൽ 2018 BA എക്കണോമിക്സ് പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പഠിച്ചതാ. നല്ല ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാ. 4.5 വർഷം കൊണ്ടാണ് ഞാൻ പഠിച്ച എക്സാം എഴുതിയത്. അതിന്റെ റിസൾട്ട് 2-3 എണ്ണത്തിന്റെ മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പൊ വർഷം ഇത്രയായി, 6 വർഷത്തോളമായി. ഇനിയിപ്പോ ഇതിന്റെ റിസൾട്ടൊക്കെ വരാനായിട്ട് എന്താ ചെയ്യണ്ടേ സാറേ? അതേ പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊച്ചിന് തിരക്കുണ്ടോ? ഇല്ല ഇല്ല, പറഞ്ഞു. എനിക്ക് നല്ല തിരക്കാണ്. കുറച്ച് തിരക്കിൻ്റെ ഇടയിലേ ഇതിനൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. എന്നാലും ഉള്ള സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഈ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് നേരെ വാല്യുവേഷൻ ക്യാമ്പിലേക്കാണ് പോകണേ. വാല്യുവേഷൻ ക്യാമ്പിൽ പോകുന്നതിന് മുന്നേ അതിന് ഫാൾസ് നമ്പർ ഇടണം. പിന്നെ അതിനെ പിന്നെയും കൊണ്ടുവന്നത് ഒറിജിനൽ നമ്പർ ഇടണം. അത് തന്നെ വലിയൊരു തലവേദനയാണ്. അങ്ങനെ കുറേ സമയം അവിടെ വൈകും. പിന്നെ ഈ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ക്യാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വാല്യുവേഷൻ ചെയ്യാൻ കുറേ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടാവും. അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് തന്നെ ഇത് നോക്കണമെന്ന്. പക്ഷേ കേൾക്കില്ല. അവരിതെല്ലാം കൂടെ വാരിപ്പറക്കി നേരെ അവരെ വീട്ടിൽ കൊണ്ടുപോകും. 10 ദിവസം വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ടെങ്കിൽ 10 ദിവസം വീട്ടിൽ ഇരിക്കാമല്ലോ, ശമ്പളവും കിട്ടുമല്ലോ. ഇനി ഈ വാല്യുവേഷൻ ചെയ്യണതിനിടയിൽ വീട്ടിൽ പ്രശ്നക്കാരും വല്ലതും ആണെന്നുള്ള ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ കുഴപ്പക്കാരും വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ആ പ്രാന്തിലിരുന്നായിരിക്കും ഇത് വാല്യുവേഷൻ നടത്തുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കിട്ടാനുള്ള മാർക്ക് കൃത്യമായിട്ട് കിട്ടൂല, കൃത്യമായിട്ടുള്ള വാല്യുവേഷൻ നടക്കൂല. അല്ല സാറേ, ഇവർക്കെതിരെ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ലേ? പിടിക്കും. അവർക്കെതിരെ നടപടി കൈക്കൊള്ളാൻ പറ്റില്ലെന്ന് ആരെങ്കിലും അങ്ങനെ ഇവർക്കെതിരെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. അധ്യാപക സംഘടന എന്ന് പറഞ്ഞ കുറേ അണ്ണന്മാരുണ്ട്. അവരെല്ലാം കൂടെ തലമുണ്ട അടിച്ച് പൊട്ടിക്കും. അല്ല, ഇതിന് പേപ്പർ തിരിച്ച് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള കട്ട് ഓഫ് ടൈം ഒന്നും ഇല്ലേ സാർ? അതൊക്കെ ഉണ്ട്. പക്ഷെ ആര് നോക്കാൻ അതൊക്കെ? അവരാ ഡേറ്റ് ഇടും. ആ ഡേറ്റ് ഇട്ടിട്ട് അവർക്ക് തോന്നുമ്പോൾ കൊണ്ട് കൊടുക്കും. നാദനില്ല കളരിയാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇത് കുറേ വൈകും. ഇനി ഈ സാറന്മാർ വാല്യുവേഷൻ നടത്തിയ ആൻസർ ഷീറ്റ് നേരെ അതിൻ്റെ ഫാൾസ് നമ്പർ ഞാൻ പറഞ്ഞില്ലേ, അത് മാറ്റുക. അത് വലിയ ചടങ്ങാണ്. അത് മാറ്റി ഒറിജിനൽ നമ്പർ ഇട്ടിട്ട് അത് പിന്നെ നേരെ അതിനെ ടാബുലേഷൻ ചെയ്യും. ടാബുലേഷൻ നടത്തി കഴിഞ്ഞാൽ ഇത് പാസ് ബോർഡിലേക്ക് അയക്കും. ഈ പാസ് ബോർഡ് എന്ന് പറഞ്ഞാൽ 3 സാറന്മാർ: ചെയർമാൻ ഓഫ് എക്സാമിനേഷൻ, ചീഫ് എക്സാമിനർ, എക്സാമിനർ. ഇനി ഈ സാറന്മാരെ കാര്യം പറഞ്ഞാൽ ഒരു സാറ് വരുമ്പോൾ ആ സാറ് വരില്ല, ആ സാറ് വരുമ്പോൾ ഈ സാറ് വരില്ല. അങ്ങനെ ഈ 3 സാറന്മാരെയും കൂടെ ഒരിക്കലും ഒരുമിച്ച് കിട്ടാൻ പാടാണ്. പിന്നെ എപ്പോഴെങ്കിലും അവർക്ക് ഒത്ത് കിട്ടി സമയം ഒക്കുമ്പോൾ അവർ പാസ് ബോർഡ് തീർന്നിട്ട് അവർ മോഡറേഷൻ ഫിക്സ് ചെയ്യും. മോഡറേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ യൂണിവേഴ്സിറ്റി ആ എക്സാം വിങ്ങിലേക്ക് അയക്കും. അവിടെ നിന്ന് പിന്നെ നമ്മുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ അയാൾ ഈ മോഡറേഷനൊക്കെ ഫിക്സ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്യും. അപ്പോഴത്തേക്ക് തന്നെ എന്തോരം വൈകും എന്നുള്ളത് കുട്ടിക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതാ ഞാൻ പറഞ്ഞു. അല്ല സാറേ, ഈ യൂണിവേഴ്സിറ്റികൾക്ക് സിംപ്ലിഫൈ ചെയ്തുകൂടെ പ്രോസസ്സൊക്കെ? ചെയ്യാം. 4-ൽ 1 സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെ ചെയ്ത കോളേജുകളും ഉണ്ട്. ചില ഓട്ടോണമസ് കോളേജുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ എക്സാം ഷീറ്റിൽ ഒരു ബാർകോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൻസർ ഷീറ്റുകളെല്ലാം കൂടി ഈ ബാർകോഡ് സ്കാൻ ചെയ്ത് അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് അതിന് സോഫ്റ്റ് കോപ്പി എടുത്തിട്ട് ഈ വാല്യുവേറ്റ് ചെയ്യണവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ അവർക്ക് റിസൾട്ട് ഒരുമിച്ച് ഇത് പബ്ലിഷ് ചെയ്യാമല്ലോ. വളരെ സിമ്പിളാണ് കുട്ടി ഇതൊക്കെ. പക്ഷെ ചെയ്യില്ല. അല്ല സാറേ, ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? എന്താ പറ്റാത്ത? ഈ ടെക്നോളജി അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്താൽ എന്താ ചെയ്യാൻ പറ്റാത്ത? പക്ഷെ സമ്മതിക്കൂല ഈ നാട്ടിൽ. അല്ല സാറേ, ആരാ സമ്മതിക്കാത്ത? നമ്മുടെ ഈ 14-ാം നൂറ്റാണ്ടിലെ മറ്റേ റൂളും മോനെയൊക്കെ പിടിച്ചിരിക്കുന്ന കുറേ സംഘടനാ അണ്ണന്മാരുണ്ട്. അവർ സമ്മതിക്കും. അവരാണ് ഇതിലെല്ലാം കുഴപ്പം. അതൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല സാറേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ കുറച്ച് ചാണകവും ചകിരി എല്ലാം കൂടെ മേടിച്ച് നല്ല വളം ഉണ്ടാക്കി എല്ലാത്തിനും ഇട്ട് കൊടുക്കണം. അപ്പോഴേ നല്ല ജിമ്മന്മാരായിട്ട് വരും. അല്ല സാറേ, ഈ എൻ്റെ കാര്യം സംഘടനക്കാരെ പോയി കണ്ടു കഴിഞ്ഞാൽ ശരിയാവുമോ? ഒരു കാര്യമില്ല. പിന്നെ കൊച്ചിൻ്റെ സമാധാനത്തിന് വേണമെങ്കിൽ പോയി കണ്ടോ. അതേ എനിക്ക് പറയുള്ളൂ. ഒരു കാര്യമില്ല. തലയിൽ ആൾ താമസമില്ലാത്ത എല്ലാം